സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നാളെ മഹ്ശറയിൽ ഒരു വിഭാഗം ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നരക കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയാനുള്ള കാരണം ഇല്ലാ ഹസായിദു അൽസിനതിഹിം, അവരുടെ നാവ് കൊയ്തെടുത്ത പാതകമാണ്, തെറ്റാണ് എന്ന് ഹബീബ് റസൂലുള്ളാഹി. നാവ് ചെയ്ത തെറ്റ് കാരണമായിട്ട് നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടും ഒരു വിഭാഗം ആളുകളെ. അല്ലാഹു കാക്കുമാറാവട്ടെ. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലമ്മാ മർറ ബിഖൗമിൻ, ഒരു സമൂഹത്തിന്റെ അരികിലൂടെ അല്ലാഹുവിന്റെ റസൂൽ നടന്നു പോകവേ ആദരവായ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സമൂഹത്തോടായി ലോകത്തിന്റെ നായകനെ പറയുകയാണ്, തഖല്ലലൂ തഖല്ലലൂ, പല്ലുകൊത്തണേ പല്ലുകൊത്തണേ സഹാബ, നിങ്ങളൊന്ന് പല്ലുകൊത്തിയാൽ നന്നായിരുന്നു എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ഫഖാലൂ, ഉടനെ അല്ലാഹുവിന്റെ റസൂലിനോട് സഹാബത്ത് പറയുകയാണ്, ഫവല്ലാഹി മാ തുഇന്നൽ ലൗമ തുആമാ, അല്ലാഹുവിന്റെ റസൂലേ റസൂലേ, ഇന്നത്തെ ദിവസം ഞങ്ങളൊന്നും കഴിച്ചിട്ടില്ല റസൂലേ, ഒന്നും കഴിച്ചിട്ടില്ല റസൂലേ. ഒന്നും കഴിക്കാത്ത, ഒരു ഭക്ഷണം പോലും കഴിക്കാത്തതാകുന്ന ഞങ്ങളോട് ഏത് നിലയിലാണ് തങ്ങൾ പറഞ്ഞത്? ഒന്ന് പറഞ്ഞു തരുമോ റസൂലേ, ഒന്ന് പറഞ്ഞു തരുമോ ഹബീബേ? ഞങ്ങൾ ഇന്ന് പട്ടിണിയിലാണ്. പട്ടിണി കിടക്കുന്ന ഞങ്ങളോട് പല്ലുകുത്താൻ പറയുന്നത് എന്തിനാ? പല്ലുകുത്തേണ്ടത് ആരാ? നല്ല നെയ്ച്ചോറൊക്കെ വയററച്ച് അടിച്ചവരാള്, നല്ല റാഹത്തായിട്ട് ഭക്ഷണം കഴിച്ചിട്ടുള്ളവരല്ലേ പല്ലുകുത്തേണ്ടതുള്ളൂ. ഞങ്ങൾ ഇന്നത്തെ ദിവസം ഒന്നും തന്നെ കഴിച്ചിട്ടില്ല. ഫവല്ലാഹി മാ തുഇന്നൽ ലൗമ തുആമാ, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, ഞങ്ങൾ ഇന്നത്തെ ദിവസം ഒരൽപ്പം പോലും ഭക്ഷണം കഴിച്ചിട്ടില്ല റസൂലേ, പിന്നെ എന്തിനാണ് ഞങ്ങൾ പല്ലുകുത്തുന്നത്? സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു. വഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ ഉടനെ പറയുകയാണ്, സഹാബ ഇന്നി ലഅറാ ലഹമ ഫുലാനിൻ ബൈന സനായാകും. സഹാബ സഹാബ, ഇന്നാലിന്ന മനുഷ്യനെ കുറിച്ച് ഫനായും ഫസാദും പറഞ്ഞില്ലയോ, ഗീബത്തിൽ ഏർപ്പെട്ടില്ലയോ, പരദൂഷണം പറഞ്ഞില്ലയോ? അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിൽ നിങ്ങൾ പറഞ്ഞത് അദ്ദേഹത്തിന്റെ പച്ചമാസം തിന്നതിന്റെ സമാനമാണ്. അദ്ദേഹത്തിന്റെ പച്ചമാസം നിങ്ങളുടെ പല്ലിന്റെ ഇടയിൽ ഞാൻ കാണുന്നുണ്ട്. സഹാബ ഇന്നി ലഅറാ ലഹമ ഫുലാനിൻ ബൈന സനായാകും, ഇന്നാലിന്ന മനുഷ്യനെ കുറിച്ച് ഫനായും ഫസാദും നിങ്ങൾ പറഞ്ഞില്ലയോ? അദ്ദേഹത്തിന്റെ പച്ചമാസം നിങ്ങളുടെ പല്ലിന്റെ ഇടയിൽ എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, അതാണ് കുത്തിക്കളയാൻ പറഞ്ഞത് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. അതുകൊണ്ട് തഖല്ലലൂ തഖല്ലലൂ, നിങ്ങളൊന്ന് പല്ലുകുത്തണേ എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കയ്യിൽ എപ്പോഴും എന്ത് വേണം? എന്ത് വേണം? പല്ലുകുത്തുന്ന സാധനം വേണം. ഹോട്ടലിൽ പോയിട്ട് ഒരു 10 എടുത്തു വെച്ചു. കാരണം എന്താ? എപ്പോഴും ഈ ഫനായും ഫസാദും തന്നെ. പള്ളി നിസ്കരിക്കാൻ വന്നാണ്, നിസ്കാരം കഴിഞ്ഞ് വാതിക്കലോട്ട് തിന്നലോട്ട് ഇറങ്ങിയിരുന്നിട്ട് ഫന ഫസാദ് തുടങ്ങി. കാര്യമായിട്ട് നിസ്കരിക്കാൻ വന്ന 2 റക്അത്ത് സുബഹിയെ നിസ്കരിക്കാൻ വന്നത്, എന്നിട്ട് 60 റക്അത്തിന്റെ പ്രതിഫലം കളയുന്ന വർത്താനാണ് പള്ളിയുടെ വാതിക്കലോട്ട് ഇരുന്നിട്ട് പറഞ്ഞത്. ചിലർ രാവിലെ പള്ളിക്കൽ വരും, എന്തിനാണെന്നറിയോ? സുബഹി കഴിഞ്ഞാൽ ഉടനെ തൊട്ടടുത്തൊരു ചായക്കടയുണ്ട്, അവിടെ പോയിരുന്നിട്ട് ഫനായും ഫസാദും പറയുക എന്നുള്ള ഒറ്റ ലക്ഷ്യം. സുബഹികരിക്കാൻ വരുന്നത് തന്നെ അതിനാണ്. സുബഹികരിച്ച് കഴിഞ്ഞ് വേഗം തന്നെ ഓടി ആ കടയിൽ പോയിട്ട് ഒരു 7 ചായ കുടിക്കും, അതാ കണക്ക്. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, പത്രം വായിച്ച് ഇങ്ങനെ, വേറെ ഒരു പടിയുമില്ല. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. എക്സ്പയർ ആയിട്ട് ഇരിക്കുകയാണ്. എക്സ് മുസ്ലിം എന്ന് പറയുന്ന പോലെ കഴിയാറായി, കാലഘട്ടം കഴിയാറായി, എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ഇങ്ങനെ ഫന ഫസാദ് വിട്ടുകൊണ്ടിരിക്കുക. അള്ളാഹു ആക്കട്ടെ. അതിലെല്ലാവരും വരും, പള്ളിയിൽ ഇമാമ് വരും, മുദരിസ് വരും, മുത്തല്ലിമുകൾ വരും, നാട്ടുകാർ വരും, കൂട്ടുകാർ വരും, എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യും. ആചാര്യോട് ചോദിച്ചാൽ മതി, മൊത്തം മസലയും പഠിച്ചു വെച്ചിട്ടാണ് അവിടുന്ന് പോവുക.
പള്ളിയിൽ നിന്ന് വേഗം ചാടി ഇറങ്ങി ഓടും. ദിക്ർ ചെല്ലാനില്ല. 10 മിനിറ്റ് ഇരുന്ന് അവിടെ ദിക്ർ ചെല്ലാനില്ല. സുബഹിക്ക് ശേഷം ഉദയം വരെ ദിക്ർ ചൊല്ലിയാൽ ഉംറയുടെ പ്രതിഫലമുണ്ടെന്ന് റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടുണ്ട്. ചെയ്യാനില്ല. ഖൗമൻ സല്ലവു സുബ്ഹ വദക്കറുല്ലാഹ അസ്സ വജല്ല ഹത്താ തത്ലു അശ്ശംസു തഅദിലു ഉംറതൻ താമ്മതൻ താമ്മതൻ താമ്മ ശഫീഉന റസൂലുള്ളാഹി. സുബഹിക്ക് ശേഷം ഉദയം വരെ ദിക്റിലായി അള്ളാഹുവിന്റെ ഖുർആൻ ഓതിക്കൊണ്ട് സലാത്ത് ചൊല്ലിക്കൊണ്ട് വിശുദ്ധമായ ദീൻ പഠിച്ചുകൊണ്ട് ദിക്ർ ചൊല്ലിക്കൊണ്ട് ഒരു മനുഷ്യൻ നിലകൊണ്ടാൽ ഉദയം വരെ അങ്ങനെ ഇരിക്കുന്ന വ്യക്തിക്ക് പരിപൂർണമായ ഉംറയുടെ പ്രതിഫലം അള്ളാഹു രേഖപ്പെടുത്തുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അത് പുരുഷന്മാർക്കുണ്ട് സ്ത്രീകൾക്കുണ്ട്. സുബഹിക്ക് ശേഷം ദിക്റിന്റെ മജ്‌ലിസിൽ നിലകൊള്ളുക, മടങ്ങാതെ നിത്യമാക്കുക. ഉംറയുടെ പ്രതിഫലം അള്ളാഹു രേഖപ്പെടുത്തും. ആരെങ്കിലും ചെയ്യലുണ്ടോ? സുബഹി കഴിഞ്ഞ് വേഗം ഇറങ്ങി കടയിൽ വന്നിരുന്നിട്ട് അങ്ങനെ വർത്താനം, ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറയുക. അത്യാവശ്യ കാര്യങ്ങൾ പറയല്ല, ആവശ്യമില്ലാത്തതിലൊക്കെ ഇടപെടുക. അതിലെല്ലാം പോയി ചെവി വെച്ചു കൊടുക്കുക, അതിലെല്ലാം സമ്മതം മൂളി കൊടുക്കുക, അതിലെല്ലാം വർത്താനം പറയുക. അതാണ് ഇന്നീല അറാ ലഹ്മ ഫുനാനിൻ ബൈന ഫനായാക്കും. ഇന്നാലിന്റെ മനുഷ്യനെ കുറിച്ച് നിങ്ങൾ ഫനായും ഫസാദും പറഞ്ഞതിന്റെ പച്ചമാസം നിങ്ങളുടെ പല്ലിന്റെ ഇടയിലുണ്ട്, അതൊന്ന് കുത്തിക്കളയണേ. തഹല്ലലു ഹബീബ് റസൂലുള്ളാഹി. എന്തിനാ പറഞ്ഞത്? നിസാരമല്ല, വലിയ കാര്യമാണ്. നിസാരമായി നിങ്ങൾ കാണരുത്. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. തുവഫിയ റജുലുൻ മിനസ് സഹാബാ, സ്വഹാബത്തിൽ പെട്ടതായ ഒരു വ്യക്തി മരണപ്പെടുകയാണ്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മരണ വീട്ടിലേക്ക് വരുകയാണ്. മയ്യത്ത് കുളിപ്പിച്ച് കഫൻ ചെയ്തു. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നുകൊണ്ട് ജനാസ നോക്കുമ്പോ പുഞ്ചിരിച്ച് കിടക്കുകയാണ് ജനാസ. സുബ്ഹാനല്ലാഹ്. ഉടനെ ഒരു മനുഷ്യൻ മുത്തുനബിയോട് പറയുകയാണ്, യാ റസൂലല്ലാഹ് അബ്ശിറുഹു ബിൽ ജന്ന. അബ്ശിറുഹു ബിൽ ജന്ന. തങ്ങൾ അദ്ദേഹത്തെ ഒന്ന് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കുക. അദ്ദേഹത്തിന്റെ കുടുംബക്കാരൊക്കെ ഒന്ന് സന്തോഷിക്കട്ടെ. മരിച്ചു കിടക്കുന്ന വ്യക്തി നല്ല പുഞ്ചിരിച്ച് കിടക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്ന് നോക്കുന്നു, സ്വഹാബത്തുണ്ട്. അപ്പൊ ഈ മനുഷ്യൻ വന്നിട്ട് പറഞ്ഞു, മറ്റൊരു സ്വഹാബിയാണ്, അബ്ശിറുഹു ബിൽ ജന്ന യാ റസൂലല്ലാഹ്. അബൂബക്കർ സിദ്ദീഖ് തങ്ങളെയും ഉമർ ബിൻ ഖത്താബ് തങ്ങളെയും ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങളെയും അലിയാർ തങ്ങളെയും ത്വൽഹ റളിയല്ലാഹു അൻഹുവിനെയും സുബൈർ റളിയല്ലാഹു അടക്കമുള്ളതാകുന്ന മഹാന്മാരെയൊക്കെ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ച തങ്ങൾക്ക് ഈ മനുഷ്യനെ ഒന്ന് സന്തോഷ വാർത്ത അറിയിച്ചാൽ നന്നായിരുന്നു. സ്വർഗം കൊണ്ടൊന്ന് സന്തോഷ വാർത്ത അറിയിച്ചാൽ നന്നായിരുന്നു. فقال رسول الله صلى الله عليه وسلم, നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു അത്രേ, ലാ ഇല്ല സഹാബ, അദ്ദേഹം സ്വർഗാവകാശിയാണെന്ന് പറയാൻ ഈ മുഹമ്മദിനെ കിട്ടൂല എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. ഫലഅല്ലഹു അൻ യതകല്ലമ ഫീമാ ലാ യഅനി ഇന്നക ലാ തദ്രി فلعله أن يتكلم فيما لا يعني. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ പലപ്പോഴായി പറഞ്ഞിട്ടുണ്ടാവാം. അതുകൊണ്ട് വർത്തമാന മോശമായ വ്യക്തിയെ കുറിച്ച് സ്വർഗാവകാശിയാണെന്ന് പറയാൻ ഈ മുഹമ്മദിനെ കൊണ്ട് പറ്റൂലയെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. പഠിച്ചു വെക്കേണ്ട പാഠമാണ് സഹോദരാ സഹോദരി. പാലോട്ട് പള്ളിയിലുള്ള ഓരോ മുഅ്മിനും ഹൃദയത്തോട് ചേർത്ത് വെക്കേണ്ട പഠനമാണ്. നമ്മൾ മരിച്ചു കിടക്കുന്ന ആളുകളുടെ പുഞ്ചിരി കണ്ടുകൊണ്ട് ഇദ്ദേഹം സ്വർഗാവകാശിയാണെന്ന് പറയാൻ നിൽക്കരുതേ. കാരണം ആ മനുഷ്യൻ ആഖിറത്തിൽ പടച്ച റബ്ബ് ഏത് നിലയിലാണ് സ്വീകരിച്ചിട്ടുണ്ടാവുക പറയാൻ സാധിക്കില്ല. ആദരവായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ മുന്നിൽ കിടക്കുന്ന
കിടക്കുന്നതാകുന്ന വ്യക്തിയെ നോക്കിയിട്ട് ലോകത്തിന്റെ നായകൻ ലോകത്തോട് വിളിച്ചു പറയുകയാ, ഈ മനുഷ്യൻ ജീവിതത്തിൽ ഏതെല്ലാം അനാവശ്യ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടാവാമെന്നുള്ളത് നമുക്കറിയില്ല. അതുകൊണ്ട് നാവ് മോശമായ വ്യക്തിയെ കുറിച്ച് സ്വർഗാവകാശിയാണെന്ന് പറയാൻ ഈ മദീനയിലെ രാജകുമാരൻ മുഹമ്മദിന് സാധിക്കില്ല എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിക്കേണ്ട പാഠാണ്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ ഇസ്രാ മിഅ്റാജ് കഴിഞ്ഞ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീട്ടിലേക്ക് കടന്നപ്പോ ലോകത്തിന്റെ നായകൻ നടന്ന സംഭവ വികാസങ്ങൾ വിശദീകരിച്ചു കൊടുക്കുമ്പോ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ എന്ന തന്റെ പ്രിയപ്പെട്ട മകളെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, ഫാത്തിമ യാ ഫാത്തിമതു റഅയ്തുന്നാ ഫാത്തിമ ഫാത്തിമ, കത്തിജ്വലിക്കുന്ന നരകത്തെ ഞാൻ എൻ്റെ കൺമുന്നിൽ കണ്ടുപോയി. ഫാത്തിമ വറഅയ്തു ഫീഹാ ഇംറഅത, അതിലൊരു പെണ്ണിനെ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടുപോയി. ഫാത്തിമ മുഅല്ലിഖതൻ ലിസാനഹാ ഇലൽ ഉസ്തുവാനതി മിനന്നാർ, 3000 കൊല്ലം നിരന്തരമായി കത്തിക്കപ്പെട്ടതായ നരകം, രാവും പകലും അല്ലാഹു സുബ്ഹാനഹു വ തആല കത്തിച്ചതായ നരകം, ആ നരകത്തിന്റെ നടുക്കളത്തിലുള്ളതാകുന്ന തീജ്വാലകൾ കൊണ്ട് തീർക്കപ്പെട്ടതായ തൂണിലേക്ക് ഒരു പെണ്ണിൻ്റെതാകുന്ന നാവിനെ വലിച്ചു കെട്ടപ്പെട്ടതായി ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടുപോയി. ഫാത്തിമ മൻഹിയ യാ റസൂലല്ലാഹ്, ആരാണ് നബിയേ, ആരാണ് റസൂലേ, റസൂലേ, ഏത് പെണ്ണാണ് ഈ ഹതഭാഗിയായ പെണ്ണ്? നരകത്തിലേക്ക് വലിച്ചെറിയപ്പെട്ട പെണ്ണാണല്ലോ. നരകത്തിന്റെ നടുക്കളത്തിലുള്ള തീജ്വാലകൾ കൊണ്ട് ചുറ്റപ്പെട്ടതായ തൂണ്, ആ തൂണിലേക്ക് നാവ് വലിച്ചു നീട്ടി കെട്ടപ്പെട്ടിരിക്കുന്ന ഈ പെണ്ണ് ആരാണ്? റസൂലേ, റസൂലേ. അല്ലാഹുവിന്റെ റസൂല് തന്റെ പ്രിയപ്പെട്ട മകളോട് ലോകത്തിന്റെ നായകന് പറയുകയാണ്, പഠിച്ചു വെക്കണേ, മറക്കപ്പുറത്തുള്ള പാലോട്ട് പള്ളിയിലുള്ള കണ്ണൂരിലുള്ള പ്രിയപ്പെട്ട സഹോദരിമാരെ, അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ബദിയത്തുൽ ലിസാൻ ഐ തവീലത്തുൽ ലിസാൻ, നാവിന് നീളമുള്ള പെണ്ണാണ്. അഥവാ അളന്ന് നോക്കുന്നത് കൊണ്ടല്ല, മറിച്ച് നാവ് കൊണ്ട് ഫനായും ഫസാദും പറഞ്ഞു നടക്കുന്ന പെണ്ണാണ്. സ്വന്തം ഭർത്താവിനെ കുറിച്ച് അനാവശ്യങ്ങൾ പറയുന്നവളാണ്. കൂട്ടുകാരികളോട് വാട്സാപ്പിൽ അത്തരത്തിലുള്ള ചാറ്റിംഗ് നടത്തുന്നവളാ. എൻ്റെ ഭർത്താവ് എനിക്ക് ഭക്ഷണം നൽകുന്നില്ല, ജീവിത സൗകര്യങ്ങൾ നൽകുന്നില്ല. ഭർത്താവിനെ കുറിച്ച് അനാവശ്യ കമന്റുകൾ നാട്ടുകാരോട് കൂട്ടുകാരികളോട് പറഞ്ഞു നടക്കുന്നവളാണ്. സ്വന്തം ഭർത്താവിൻ്റെ മാതാപിതാക്കളെ കുറിച്ച് പറയുന്നവളാ. സ്വന്തം മാതാവിനെ കുറിച്ചും പിതാവിനെ കുറിച്ചും പറയുന്നവളാണ്. അശ്ലീല ഭാഷണം നടത്തുന്നവളാണ്. ഭർത്താവിനെ അടിച്ചമർത്തുന്നവളാണ്. വാക്കുകൾ കൊണ്ട് നോവിക്കുന്നവളാണ്. മോശപ്പെട്ടതാകുന്ന വർത്തമാനങ്ങൾ പറഞ്ഞുകൊണ്ട് ഭർത്താവിൻ്റെ മെക്കിട്ട് കയറുന്നവളാ. ഭർത്താവിനെ ചീത്ത വിളിക്കുന്നവളാണ്. അയൽവാസികളുമായി വഴക്കടിക്കുന്നവരാണ്. അയൽവാസികളെ ചീത്ത വിളിക്കുന്നവളാണ്. വൈകുന്നേര സമയത്ത് അവരുമായി വഴക്കടിക്കുന്നവരാണ്. ചെറിയ വിഷയങ്ങൾ അത് പർവ്വതീകരിച്ചിട്ട് ബന്ധങ്ങൾ വഷളാക്കുന്നവളാ. ഒരൊറ്റ കുടുംബങ്ങളെ കുറിച്ചും ഒരാളെ കുറിച്ചും അവൾക്ക് നല്ലത് പറയാനില്ല. എല്ലാത്തിലും കുറ്റം കണ്ടെത്തി ഏത് സമയത്തും ഫനായും ഫസാദിലും ഏർപ്പെട്ടുകൊണ്ട് നിലകൊള്ളുന്നവളാ. ബദിയത്തുൽ ലിസാൻ തവീലത്തുൽ ലിസാനി യാ റസൂലല്ലാഹ്, നബിയേ, നബിയേ, നരകത്തിലേക്ക് വലിച്ചെറിയപ്പെട്ടതാകുന്ന പെണ്ണ്, നരകത്തിൻ്റെതാകുന്ന നടുക്കളത്തിലെ തൂണിൽ ബന്ധിപ്പിക്കപ്പെട്ടതായ പെണ്ണ്, നാവ് വലിച്ച് കെട്ടപ്പെട്ട പെണ്ണ് ആരാണ് എന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുമ്പോ ലോകത്തിന്റെ നായകന് പറയുകയാണ്, നാവിന് നീളമുള്ള പെണ്ണ, അഥവാ നാവ് കൊണ്ട് ജനങ്ങളെ മുറിവേൽപ്പിക്കുന്നതായ പെണ്ണാണ്.
എപ്പോഴും ഫനായും ഫസാദും പറഞ്ഞുകൊണ്ടിരിക്കുക. എല്ലാത്തിനും കുറവ്. 50 കൊല്ലം കൂടെ കിടന്ന ഭർത്താവിനെ കുറിച്ചും ചോദിക്കുമ്പോൾ പറയുന്നത് എന്താ? ഒരു ഗുണമില്ല എന്താ പറയുന്നത്. 51ാമത്തെ വർഷം നല്ലതുപോലെ ഗുണം ചെയ്ത് എന്നാ പറയുമോ ഗുണം ചെയ്തു? എപ്പോൾ ചോദിച്ചാലും മൂപ്പരെ കൊണ്ടൊന്നും നോക്കുക. വേറെ ആരെങ്കിലും എന്തെങ്കിലും കൊടുത്താൽ വലിയ സംഭവം. അങ്ങനെ പറഞ്ഞു നടക്കുന്നവൾ, നന്ദികേടിന്റെ വർത്തമാനം പറയുന്നവൾ ശ്രദ്ധിക്കണം. ഭർത്താവിനെ ചിലപ്പോൾ മുറിവ് പറ്റുന്ന രീതിയിലുള്ള വർത്തമാനം. ഭർത്താവ് ക്ഷമയുടെ നെല്ലിപ്പലക വെച്ചിരിക്കുന്നത് കൊണ്ടാണ് ജീവിത റാഹത്തായിട്ട് പോകുന്നത്. അങ്ങേറ്റം കണ്ടിരിക്കുക, ഒരാൾക്ക് എല്ലാവരും മേലെ കുറ്റിക്കകത്ത് പോകും എന്ന് കരുതിയിട്ടിരിക്കുകയാണ് അല്ലേ? അങ്ങേയറ്റം ശ്രമിച്ചു. ചിലപ്പോൾ മനസ്സ് വല്ലാതെ മുറിവേൽപ്പിക്കുന്ന രീതിയിലുള്ള വർത്തമാനങ്ങൾ പറയും, ചൊടിച്ചുകൊണ്ട് പറയും, ദേഷ്യപ്പെട്ടുകൊണ്ട് പറയും. അതൊക്കെ ക്ഷമിച്ച് സഹിച്ച് ഭർത്താവ് നിലകൊള്ളുന്നു. പക്ഷെ ഈ ഭാര്യ നാളെ ആഖിറത്തിൽ ഹിസാബിടപ്പെടും. ചെറിയ കാര്യമല്ല, നരകത്തിലേക്ക് കൊണ്ടുപോകും. നരകത്തിലെ തീജ്വാലയിൽ ഉള്ളതാകുന്ന തൂണിലേക്ക് നാവ് ദബാനിയാക്കളാകുന്ന മലക്കുകൾ വലിച്ചു നീട്ടി കെട്ടിവെക്കും. ഹദീസാണ് സയ്യിദുനാ റസൂലുള്ളാഹി. അത്തരത്തിലുള്ള പെണ്ണിനെയാണ് ഞാൻ കണ്ടത് ഹബീബ് റസൂലുള്ളാഹി. അല്ലാഹു ആക്കട്ടെ. അതുകൊണ്ട് ശ്രദ്ധിച്ചോ, നാവ് ശ്രദ്ധിക്ക്. വൈകുന്നേരം ആകുമ്പോൾ അപ്പുറത്തെ വീട്ടിലെ അരമതിൽ അങ്ങോട്ട് പോയി ചാരിയിരുന്നിട്ട് കഥയാണ് 2 മണിക്കൂർ. അതൊക്കെ പണ്ടായിരുന്നു. പരസ്പര അയൽപക്ക ബന്ധങ്ങളെ ശാക്തീകരിച്ച് 10 മിനിറ്റ് അവരുടെ വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയാം. ഇപ്പം അതൊന്നുമല്ല. ഇപ്പോഴെന്താ? ഇപ്പം എല്ലാം വാട്സാപ്പിലൂടെയാണ്. അയൽപക്കത്തേക്ക് നാട്ടുകാർക്കൊക്കെ വാട്സാപ്പിലൂടെയാണ്. ഓനൊന്നും കൊള്ളത്തില്ലെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കമന്റ് വിട്ടോണ്ടിരിക്കും. ഭർത്താവിനെ കുറിച്ച് കൂട്ടുകാരികളോട് കമന്റ് വിടുക. വളരെ ശ്രദ്ധിക്കണം. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഇതൊക്കെ നാളെ എതിരായി വരും. ഈ എഴുത്തും കുത്തും ഒക്കെ നാളെ എതിരാകും. നിന്റെ വർത്തമാനങ്ങൾ, നിന്റെ നാവ് കൊണ്ടുള്ള സംസാരം, ഇതൊക്കെ ഇവിടെ അടയാളപ്പെടുത്തുന്നുണ്ട്. റഖീബ് അതീദ് അലൈഹിമുസ്സലാം രേഖപ്പെടുത്തുന്നുണ്ട്. നിസ്സാരമായി കാണരുത്. ഇദ് യതലഖൽ മുതലഖിയാൻ അനിൽ യമീനി വഅനിശ് ശിമാലി ഖഈദ് മാ യൽഫിദു മിൻ ഖൗൽ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. ഈ ദുനിയാവിൽ നീ ഏതെല്ലാം വർത്തമാനങ്ങൾ പറയുന്നുണ്ടോ, ഏതെല്ലാം പ്രവർത്തനങ്ങൾ നീ ചെയ്യുന്നുണ്ടോ, എല്ലാ കാര്യങ്ങളും കൃത്യമായി അടയാളപ്പെടുത്താൻ അല്ലാഹു 2 മലക്കുകളെ വെച്ചിരിക്കുകയാണ്. റഖീബ് അതീദ് അലൈഹിമുസ്സലാം എല്ലാം അടയാളപ്പെടുത്തുന്നുണ്ട്. ഈ മലക്കുകൾ തന്നെ മാറി മാറി രേഖപ്പെടുത്തും. ഹദീസുണ്ട്, പറയുകയാണെങ്കിൽ ഇപ്പം അങ്ങോട്ട് വേറെ വിഷയത്തിലേക്ക് പോകും. റഖീബ് അതീദ് അലൈഹിസ്സലാം മാത്രമല്ല, പിന്നെയുണ്ട് മലക്കുകൾ. ഹദീസുണ്ട്, ഇമാം ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസുണ്ട്. ഈ മലക്കുകളെ തന്നെ റൊട്ടേറ്റ് ചെയ്യും. സുബൈക്ക് ഒരു വിഭാഗം മലക്കുകൾ വരും, അസറിന് അവർ തിരിച്ചു പോകും. അതുവരെ എഴുതിയിട്ടുള്ള റെക്കോർഡുമായിട്ട് അവർ തിരിച്ചു പോകും. അസറിന് വേറൊരു വിഭാഗം മലക്കുകൾ വരും. അവർ അസർ മുതൽക്ക് പിറ്റേ ദിവസത്തെ സുബഹി വരെ മനുഷ്യൻ ചെയ്യുന്ന നന്മ തിന്മകൾ മുഴുവൻ രേഖപ്പെടുത്തി നിലകൊള്ളും ഹബീബ് റസൂലുള്ളാഹി. എന്നിട്ട് സുബൈക്ക് അടുത്ത വിഭാഗം മലക്കുകൾ വരും. ഒരുമിച്ച് ഇവരെല്ലാവരും സുബൈ നിസ്കരിക്കും. സുബൈ നിസ്കരിച്ചു കഴിയുമ്പോൾ അസറിന് ശേഷം വന്ന് സുബഹി വരെ നന്മ തിന്മകൾ രേഖപ്പെടുത്തിയ മലക്കുകൾ അതുവരെ ചെയ്തിട്ടുള്ളതാകുന്ന എല്ലാ നന്മ തിന്മകളുടെയും റെക്കോർഡുമായിട്ട് റബ്ബിന്റെ സുബദത്തിലേക്ക് കയറിപ്പോകും. പുതിയ മലക്കുകൾ, ഫ്രഷ് മലക്കുകൾ അടുത്ത് വന്നിട്ടുണ്ട് സുബൈക്ക്. അവർ സുബൈ നിസ്കാരം കഴിഞ്ഞത് മുതൽ ഇവന്റെ നന്മ തിന്മകൾ രേഖപ്പെടുത്തും. ഏതുവരെ? അസർ വരെ. അസറാകുമ്പോൾ അടുത്ത വിഭാഗം മലക്ക് വരും. എന്നിട്ട് അവരും സുബൈക്ക് വന്ന മലക്കുകളും ഒരുമിച്ച് ചേർന്നുകൊണ്ട് അസർ ജമാഅത്തായി നിസ്കരിക്കും. നിസ്കാരം കഴിഞ്ഞാൽ ഉടനെ സുബൈക്ക് വന്നവർ അസർ വരെ രേഖപ്പെടുത്തിയിട്ടുള്ള എല്ലാ റെക്കോർഡുമായിട്ട് നന്മ തിന്മകളുമായി പടച്ച റബ്ബിന്റെ അടുക്കലേക്ക് പോകും. അസറിന് വന്ന മലക്കുകൾ വീണ്ടും അവർ നിൽക്കും സുബൈ വരെ. ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തിട്ടാണ് മലക്കുകൾ എല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്തുക ഹബീബ് റസൂലുള്ളാഹി. നമ്മൾ ചെയ്യുന്ന നന്മ തിന്മകളെ 2-3 പ്രാവശ്യമായിട്ടാണ് ഉയർത്തുക. 1 ദിവസം ഉയർത്തുന്നുണ്ട്. ശ്രദ്ധിക്കുന്നുണ്ടോ? ഉറക്കം വരുന്നുണ്ട്. 2-3 രീതിയിലായിട്ടാണ് എന്ത് നമ്മുടെ നന്മ തിന്മകൾ രേഖപ്പെടുത്തുക. 1
ദിവസവും നന്മ തിന്മകൾ രേഖപ്പെടുത്തി അള്ളാഹുവിലേക്ക് സബ്മിറ്റ് ചെയ്യും. ദിവസവും. അതാണിപ്പോൾ പറഞ്ഞത്. രാവിലെയും വൈകിട്ടും, അഥവാ സുബഹിക്കും നമ്മുടെ അമൽ അങ്ങോട്ട് കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ ഇപ്പോൾ കൊണ്ടുപോകും, അസറിനും കൊണ്ടുപോകും. അതുകൊണ്ടാണ് ഈ രണ്ട് നിസ്കാരത്തിന്റെ ജമാഅത്ത് നിങ്ങൾ ശ്രദ്ധിക്കണേ. ഹബീബ് റസൂലുള്ളാഹി സുബഹി അസറും പറഞ്ഞിട്ടുണ്ട്, ഹദീസ് ഭയങ്കര ശ്രേഷ്ഠതയാണ്. കാരണം ഈ രണ്ട് സമയവും ഗഫലത്തുള്ള സമയമാണ്, ജനങ്ങൾ അശ്രദ്ധ വെക്കുന്ന സമയമാണ്. ശരിയല്ലേ? രാത്രി 2 മണിവരെ ഫേസ്ബുക്ക്, പിന്നെ ഒരു 3 മണിവരെ വാട്സാപ്പ്, യൂട്യൂബ് എല്ലാം കണ്ടിരിക്കും. 3:30 ആകുമ്പോൾ ചോറക്ക, പിന്നെ സുബഹിയില്ല, കലാസ്. പിന്നെ എഴുന്നേറ്റ് രാവിലെ പല്ലൊക്കെ തേച്ച് ഒരു കല്യാണമുണ്ട്, കല്യാണത്തിനൊക്കെ പോയി നല്ല റാഹത്തായിട്ട് ഓഡിറ്റോറിയത്തിൽ പോയി ഫുഡൊക്കെ കഴിച്ച് പിന്നെയും അടുത്ത 2 മണിയാകുമ്പോൾ കട്ടിലിട്ട് വന്ന് കടന്ന് 3 മണി വരെ യൂട്യൂബ്. അത് കഴിയുമ്പോൾ വീണ്ടും അസർ പോയി. ഇതാണ് മനുഷ്യൻ്റെ ജീവിതം. ശരിയല്ലേ? നല്ല ബിരിയാണി കഴിച്ചിട്ട് വന്നാൽ പിന്നെ എന്താ അടുത്ത പരിപാടി? 20 റക്അത്ത് നിസ്കരിക്കോ? 20 റക്അത്ത് ഉറങ്ങോ? 25 റക്അത്ത് ഉറങ്ങോ? അല്ലേ ഈ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനം. യഥാർത്ഥത്തിൽ ഭക്ഷണം കഴിച്ചാൽ നല്ല ആരോഗ്യം ഉണ്ടാകണ്ട, കൂവത്തുണ്ടാകേണ്ടതാണ്. പക്ഷെ നമ്മുടെ മലയാളികൾ പൊതുവെ എന്താ ചെയ്യുക? ഭക്ഷണം കഴിച്ചാൽ വേഗം എവിടെയും പോയി കിടന്ന് ഉറങ്ങാണ്. കഴിഞ്ഞാൽ പിന്നെ ഉറങ്ങും. അസർ പോയി. മിക്കപ്പോഴും ജമാഅത്ത് ശ്രദ്ധിക്കാത്ത 2 ജമാഅത്താണ് ഏതൊക്കെ? സുബഹിയും അസറും. അള്ളാഹു ആക്കട്ടെ. മഗ്‌രിബിന് റെഡിയാണ്, നല്ല ഉണർവുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ പള്ളിയിലെത്തിയിട്ട് കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. ഫനാ ഫസാദ്, പിന്നെ ഒരു ചായ കുടിയുണ്ട്, അത് കറക്റ്റ് ചെയ്യണം. അതിന് ആ സമയത്ത് പോകും. മറ്റുള്ള ജമാഅത്ത് വേണ്ടാന്നല്ല, പക്ഷെ ഈ 2 ജമാഅത്തിനെ എടുത്തു പറഞ്ഞിട്ടുണ്ട്, ഹദീസിൽ കാണാം. എന്തുകൊണ്ട്? ഈ 2 നിസ്കാരങ്ങൾക്ക് പിറകിലാണ് അവൻ്റെ നന്മ തിന്മകളുമായിട്ട് ആര് പോകുന്നത്? മലക്കുകൾ പോകുന്നത്. ഈ നിസ്കാരം കറക്റ്റായാൽ അങ്ങോട്ട് നേരെ മലക്കുകൾ അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ അള്ളാഹു ചോദിക്കുന്നതാണ്. ഹദീസ് സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഹദീസൊക്കെ ഓതാത്തത്. ഇഷ്ടം പോലെ ഹദീസുണ്ട് ആവശ്യം. قال رسول الله صلى الله عليه وسلم يتعاقب فيكم ملائكة بالليل وملائكة بالنهار يجتمعون في صلاة العصر وفي صلاة الصبح صدق رسول الله. ആദരവായ പ്രവാചകർ ഉണപ്പെടുത്തുകയാണ്, എല്ലാ ദിവസവും സുബഹിക്ക് ഒരു വിഭാഗം മലക്കുകൾ ഇറങ്ങി വരുമത്രേ. അവർ സുബഹി ജമാഅത്തായി നിസ്കരിച്ചിട്ട് അസർ വരെ മനുഷ്യന്റെ നന്മത്തിന്മകൾ രേഖപ്പെടുത്തുകയാണ്. അസർ നമസ്കാരത്തിന് അടുത്ത വിഭാഗം മലക്കുകൾ വരുകയാണ്. എല്ലാവരും ഒരുമിച്ച് ചേർന്നുകൊണ്ട് അസർ നമസ്കാരം ജമാഅത്തായി നിർവഹിക്കുകയാ. അതിനുശേഷം സുബഹിക്ക് വന്ന മലക്കുകൾ അസർ കഴിഞ്ഞാൽ ഉടനെ അതുവരെ ചെയ്തിട്ടുള്ള നന്മത്തിന്മകളുമായി കയറിപ്പോയാണ്. അസറിന് വന്ന മലക്കുകൾ അസർ മുതൽ പിറ്റേ ദിവസത്തെ സുബഹി വരെ അവൻ ചെയ്യുന്ന എല്ലാ നന്മത്തിന്മകളും രേഖപ്പെടുത്തുകയാ. സുബ്ഹാനല്ലാഹ്. സുബഹിയാകുമ്പോ അടുത്ത വിഭാഗം മലക്കുകൾ കടന്നു വരുകയാണ്. അവരും ഇവരും ഒരുമിച്ച് ചേർന്നുകൊണ്ട് സുബഹി നിസ്കരിക്കുകയാണ്. നിസ്കാരം കഴിഞ്ഞാൽ ഉടനെ അസറിന് വന്നതാകുന്ന മലക്കുകൾ സുബഹി വരെ ചെയ്തിട്ടുള്ള എല്ലാ നന്മത്തിന്മകളും രേഖപ്പെടുത്തിയതുമായി അല്ലാഹുവിലേക്ക് കയറുകയാണ്. അല്ലാഹുവിലേക്ക് അവർ കയറിപ്പോകുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് ചോദിക്കുമത്രേ, കൈഫ തറക്തും ഇബാദി. അല്ലയോ മലക്കുകളെ, മലക്കുകളെ, നിങ്ങൾ തിരിച്ചു വരുമ്പോ എന്റെ ദാസന്മാരെ ഏത് നിലയിലാണ് ഉപേക്ഷിച്ചിട്ട് വന്നത്? എന്റെ അടിമകളുടെ അവസ്ഥയൊന്ന് പറയുമോ? നമസ്കാരങ്ങൾ കൃത്യമായി സുബഹി നമസ്കരിക്കാൻ പാലോട്ട് പള്ളിയിൽ വന്നതാകുന്ന ഉപ്പയാണോ? മഗ്‌രിബും അസറും ഒക്കെ കൃത്യമായി പള്ളിയിൽ നമസ്കരിക്കാൻ വന്നിട്ടുള്ള ഉപ്പയാണോ? നമസ്കാരങ്ങൾ കൃത്യത വെക്കുന്നതായ ഉമ്മയാണോ? സഹോദരിയാണോ? മലക്കുകൾ തിരിച്ചു ചെന്നിട്ട് അല്ലാഹുവിനോട് പറയുകയാണ്, അത്തൈനാ ഇൻദഹും വഹും യുസല്ലൂൻ വതറക്നാഹും വഹും യുസല്ലൂന യാ അല്ലാഹ്.
അത്തൈനാഹും ഞങ്ങൾ അവരുടെ അടുക്കലേക്ക് ചെന്നപ്പോഴും അവർ നമസ്കരിക്കുന്നവരായിരുന്നു. അല്ലാഹ് ഞങ്ങൾ സുബഹിക്ക് ചെന്നപ്പോൾ ആ തണുപ്പ് മാറ്റി വെച്ചുകൊണ്ട് രാവിലെ പ്രഭാത സമയത്ത് സുബഹി നമസ്കരിക്കാൻ പാലോട്ട് പള്ളിയിലേക്ക് വന്നതായ ഉപ്പയാണ്. സുബഹി നമസ്കാരം നിർവഹിച്ച വ്യക്തിയാണ്. അസർ വരെ നന്മ തിന്മകൾ രേഖപ്പെടുത്തി റബ്ബേ വതറക്നാഹും വഹും യുസല്ലൂൻ. അസർ നമസ്കാരത്തിന് നോക്കുമ്പോൾ ആ ഉപ്പ അതേപോലെ തന്നെ പള്ളിയിൽ നമസ്കരിക്കാനുണ്ടായിരുന്നു. അദ്ദേഹത്തെ ഞങ്ങൾ ഉപേക്ഷിച്ചിട്ട് വരുമ്പോഴും അദ്ദേഹം പള്ളിയിൽ ജമാഅത്തിനുണ്ടായിരുന്നു. അല്ലാഹ് എന്ന് പടച്ച റബ്ബിനോട് മലക്കുകൾ പറയുമേ എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. അഥവാ ഒരു ദിവസത്തിൽ പ്രഭാതത്തിലും പ്രദോഷത്തിലുമായി 2 തവണയായി ദിവസത്തിൽ മനുഷ്യ മാനവ നമ്മുടെ അമലുകളെ അല്ലാഹുവിലേക്ക് ഉയർത്തുമെന്നും ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അമലിനെ ഉയർത്തുന്നത് ദിവസത്തിൽ എത്ര വട്ടം? അനക്കമില്ലല്ലോ, 2 പ്രാവശ്യം. മനസ്സിലായില്ലേ? സുബഹിക്കും അസ്റിനും. പിന്നൊന്ന് ഉയർത്തുന്നത് ആഴ്ചയിലാണ് അമലുകളെ ഉയർത്തുന്നത്. ഏതൊക്കെ ദിവസം? തുർഫഉൽ അമാലു ഇലാ റബ്ബിൽ ആലമീൻ യൗമൽ ഇസ്നൈനി വയൗമൽ ഖമീസ്. എല്ലാ തിങ്കളാഴ്ചയും എല്ലാ വ്യാഴാഴ്ചയും മനുഷ്യന്റെ അമലുകളെ അല്ലാഹുവിലേക്ക് ഉയർത്തുമേ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. ആഴ്ചകളിൽ അമലുകൾ ഉയർത്തപ്പെടും. ഏതൊക്കെ ദിവസം? പറയും. തിങ്കൾ, വ്യാഴം. അതുകൊണ്ടാണ് ആ 2 ദിവസവും അമലിന് ഉയർത്തപ്പെടുമ്പോൾ എന്തുകൂടി നമുക്കുണ്ടാവട്ടെ? എന്തുകൂടി ഉണ്ടാവട്ടെ? പൊറോട്ട, ഇറച്ചി, നോമ്പ്. തിങ്കളും വ്യാഴമല്ലേ നോമ്പ് പിടിക്കൽ സുന്നത്ത്. തിങ്കളാഴ്ച ദിവസത്തെ പറ്റിയുള്ള നോമ്പിനെ പറ്റി ചോദിക്കുമ്പോൾ മുത്തുനബി പറഞ്ഞത് ഫീഹി ഉലിതു, ആ ദിവസമാണ് എന്നെ പ്രസവിക്കപ്പെട്ടത്. നോമ്പനുഷ്ഠിക്കൽ സുന്നത്താണ്, സുന്നത്താൻ. അപ്പൊ തിങ്കളും വ്യാഴവും നോമ്പ് പിടിച്ചുകൊണ്ട് നിലകൊള്ളവേ ഒരു മനുഷ്യന്റെ അമൽ അല്ലാഹു ഉയർത്തും, ആഴ്ചകളിൽ ഉയർത്തും. അപ്പൊ നോമ്പുകാരനായി റബ്ബിന്റെ അടുക്കൽ അമലെത്തിയാൽ വലിയ സ്വീകാര്യത. അല്ലാഹു തൗഫീഖ് തരട്ടെ. പിന്നൊന്ന് ഉയർത്തുക. ഇപ്പൊ ദിവസം പറഞ്ഞു, ആഴ്ച പറഞ്ഞു, പിന്നൊന്ന് ഉയർത്തുക മാസത്തിലാണ്, വർഷത്തിലാണ്. ശരിക്കും ശ്രദ്ധിക്കണേ, വർഷത്തിലാണ്. അതാണ് ശഅബാൻ മാസം. ശഅബാൻ മാസം പൂർണ്ണമായി, ആ മാസം പൂർണ്ണമായി അമലുകൾ ഉയർത്തപ്പെടുന്നതാണ്. അതുകൊണ്ടാണല്ലോ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് ഇന്നക തസൂമു ഫീ ഹാദാ ശഹർ. നബിയേ, നബിയേ, തങ്ങൾ ഈ പരിശുദ്ധമായ ശഅബാനിൽ നോമ്പ് പിടിക്കുന്നതായി, വല്ലാതെ അധികമായി നോമ്പ് പിടിക്കുന്നതായി കാണുന്നല്ലോ. മാ തസൂമു മിൻ ശഅബാൻ. തങ്ങൾ ഈ പരിശുദ്ധമായ ശഅബാൻ മാസത്തിൽ നോമ്പ് പിടിക്കുന്നത് പോലെ മറ്റൊരു ദിവസവും നോമ്പ് പിടിക്കുന്നതായി കാണുന്നില്ലല്ലോ റസൂലേ. എന്തേ കാരണം ഹബീബേ, ഹബീബേ? അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, വഹുവ ശഹ്റുൻ യുഗ്ഫലുൻ നാസു ബൈന റജബ വ റമളാൻ. പരിശുദ്ധമായ റജബിന്റെയും റമളാനിന്റെയും ഇടയിൽ ജനങ്ങൾ അമൽ ചെയ്യാതെ അശ്രദ്ധ വെക്കുന്ന മാസമാ. മാത്രമല്ല തുർഫഉൽ അമാലു ഇലാ റബ്ബിൽ ആലമീൻ വഹുവ ശഹ്റുൻ. ഇതൊരു മാസമാണ്, മാസമാണ് സഹാബ. ഈ പരിശുദ്ധമായ ശഅബാൻ മാസത്തിന്റെ പ്രത്യേകത തുർഫഉൽ അമാലു ഇലാ റബ്ബിൽ ആലമീൻ. ലോകരക്ഷിതാവായ പടച്ച റബ്ബിലേക്ക് മനുഷ്യൻ ചെയ്യുന്ന സർവ്വ അമലുകളെയും വർഷത്തിൽ അല്ലാഹു ഉയർത്തുന്ന സന്ദർഭമാണിതെന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. ഫഅന ഉഹിബ്ബു അൻ ഉർഫ അമലി വഅന സായിമുൻ. നോമ്പുകാരനായിരിക്കെ
എന്റെ നോമ്പുകാരനായിരിക്കെ എന്റെ അമലിനെ ഉയർത്തപ്പെടുന്നതിന് ഞാൻ ഇഷ്ടം വെക്കുന്നു. ഞാൻ നോമ്പ് പിടിച്ചുകൊണ്ട് ഈ മാസത്തിൽ നിലകൊള്ളാനുള്ള കാരണം വർഷത്തിൽ എന്റെ അമലുകൾ ഉയർത്തപ്പെടുമ്പോൾ അതിൽ ഖനം കൂടാനാണ്, ആഖിറത്തിൽ വലിയ കൂലി ലഭിക്കാനാണ്. ഫഉഹിബ്ബു അൻ ഉർഫഅ അമലി വഅന സ്വായിം. നോമ്പുകാരനായിരിക്കെ എൻ്റെ അമലുകളെ ഉയർത്തപ്പെടുന്നത് ഞാൻ ഇഷ്ടം വെക്കുന്നു ഹബീബ് റസൂലുള്ളാഹി. അപ്പം 3 രീതിയിലാണ് അമലുകൾ ഉയർത്തുക. ഒന്ന് ദിവസത്തിൽ പറഞ്ഞു, സുബഹിക്കും അസ്റിനും ഹദീസ് ഓതി. രണ്ടാമത്തേനും ഹദീസ് പറഞ്ഞു ആഴ്ചയിൽ ഉയർത്തപ്പെടും, തിങ്കളും വ്യാഴവും. മൂന്നാമത്തതും പറഞ്ഞു ഹദീസ് ഓതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ശഅബാൻ മാസത്തിലാണ്, വർഷത്തിൽ അമലുകൾ ഉയർത്തും. അതുകൊണ്ട് തന്നെ ഇതൊക്കെ ശ്രദ്ധിക്കണം. അതുകൊണ്ട് തന്നെയാണ് സുബഹിയും അസ്റും ഒക്കെ വളരെ മഹത്തരമായത്. എന്തിനാണ് ഇപ്പൊ ഇത് പറഞ്ഞത്? മലക്കുകളെ റൊട്ടേറ്റ് ചെയ്യും. നമ്മുടെ നന്മ തിന്മകളെ രേഖപ്പെടുത്താൻ മലക്കുകളെ റൊട്ടേറ്റ് ചെയ്യും. റഖീബ് അതീദ് മാത്രമല്ല, മലക്കുകൾ വേറെയുണ്ട് നമ്മൾ അമലുകളെ രേഖപ്പെടുത്താൻ. അവർ മെയിൻ ആളുകളാണ്. ചീഫ് ഇമാം, ചീഫ് മുദരിസ് എന്നൊക്കെ പറയുന്ന പോലെ മെയിൻ അഹ്ലുകാരാണ് അവർ. അവർക്ക് കൂടെ വേറെ ആൾക്കാരുണ്ട് റെക്കോർഡിക്കലാക്കാൻ, അല്ല പക്ക ആക്കാൻ. ദിവസമായിട്ട് ഈ അമലുകളെ അങ്ങോട്ട് കയറ്റിക്കൊണ്ടു പോകും. അവരെ ഓരോ ദിവസം ഉള്ളത് കൊണ്ടുപോകാൻ സുബൈ മുതൽ അസർ വരെ ചെയ്തത് പടച്ച റബ്ബിലേക്ക് സബ്മിറ്റ് ചെയ്യും, അസർ മുതൽ ചെയ്യുന്നത് സബ്മിറ്റ് ചെയ്യും. അങ്ങനെയാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, എന്റെ പരിശുദ്ധമായ ഖബർ ശരീഫിന്റെ ചാരത്ത് 2 മലക്കുകളെ അല്ലാഹു സന്നിവേശിപ്പിച്ചിരിക്കുകയാ. ആ മലക്കുകളുടെ ജോലി എന്തെന്നറിയുമോ? ലോകത്തിന്റെ ഏത് കോണിൽ നിന്നുകൊണ്ട് ആരൊരുവൻ എൻ്റെ മേൽ സലാത്ത് സലാമുകൾ വർഷിച്ചാലും ആ മലക്കുകൾ എന്നിലേക്ക് കൊണ്ടെത്തിക്കുമേ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. ലോകത്തുള്ള എല്ലാ സൃഷ്ടികളുടെ വർത്തമാനങ്ങളും കേൾക്കാനുള്ളതായ കാതിന്റെ കേൾവി ശക്തി അല്ലാഹു അവർക്ക് നൽകിയിട്ടുണ്ട് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ആ മലക്ക് നേരെ വന്നുകൊണ്ട് നീ ചൊല്ലിയിട്ടുള്ള സലാത്ത് മുത്തുനബിയുടെ അടുക്കലേക്ക് എത്തിക്കുമേ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. മലക്കുകൾ വ്യത്യസ്തമാണ്, പല കോലത്തിലും രൂപത്തിലുള്ള ആളുകളുണ്ട്. ഏതായിരുന്നാലും വിശുദ്ധമാക്കപ്പെട്ടതായ റബീഉൽ അവ്വൽ മാസത്തിലേക്കാണ് നമ്മൾ കടന്നിരിക്കുന്നത്. പരിശുദ്ധ പ്രവാചകന്റേതാകുന്ന മദ്ഹ് കീർത്തനങ്ങൾ ആലപിച്ചുകൊണ്ട് നമ്മുടെ നാവിനെ പരിശുദ്ധിപ്പെടുത്തട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ.